നമസ്കാരം. ബംഗാളിൽ മമതയ്ക്കെതിരെ ഇപ്പോൾ ബി.ജെ.പി. ശക്തമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമാണ്. ബംഗാളിൽ അക്രമം അഴിച്ചുവിടുകയാണ് മമതാ ബാനർജി. ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വിജയത്തിന് ശേഷം പശ്ചിമ ബംഗാളിലെ ബി.ജെ.പി. ടി.എം.സി സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ ഇപ്പോൾ ബി.ജെ.പി. രംഗത്ത് വരുന്നു മമതയ്ക്കെതിരെ. പലയിടത്തും തൃണമൂൽ അക്രമം അഴിച്ചുവിടുന്നുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി രാജ്ഭവന് മുന്നിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. അക്രമത്തിന് ഇരയായവരുടെ ബന്ധുക്കൾക്കൊപ്പമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ബി.ജെ.പിക്ക് ഭരിക്കാൻ അവകാശമില്ലെന്ന സന്ദേശമാണ് ജനം നൽകുന്നതെന്നും എൻ.ഡി.എ സഖ്യകക്ഷികൾ ഇക്കാര്യം മനസ്സിലാക്കണമെന്നും മമതാ ബാനർജി പറയുന്നു. ഉത്തരേന്ത്യയിലെ ബി.ജെ.പിയുടെ പരാജയം രാജ്യത്തെ അന്തരീക്ഷം മാറിയതിന് തെളിവാണെന്നും മമത അവകാശപ്പെടുന്നു. എന്നാൽ അതേ സമയത്തേക്ക് തന്നെ ഹിമാചലിലെയും ഉത്തരാഖണ്ഡിലെയും ഫലം വിലയിരുത്തുകയാണ് ബി.ജെ.പി. അക്രമങ്ങൾക്കെതിരെ അന്വേഷണവുമായി ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദ നേരിട്ട് തന്നെ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം എത്തിയതായാണ് വിവരം. ബംഗാളിൽ അടക്കമുള്ള പരാജയത്തെക്കുറിച്ചും അദ്ദേഹം അന്വേഷണം നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബി.ജെ.പി. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന സംസ്ഥാനമായിരുന്നു ബംഗാൾ. സന്ദേശ് ഖാലി വിഷയവും നിയമന പ്രതിസന്ധിയും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി.ജെ.പി. ഇവിടെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയത്. സന്ദേശ് ഖാലി വിഷയവും നിയമന പ്രതിസന്ധിയും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി.ജെ.പി. പ്രചാരണം ഇവിടെ വലിയ രീതിയിൽ നടത്തിയത്. മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന സന്ദേശ് ഖാലി വിഷയം ഉയർത്തിക്കാട്ടി ബി.ജെ.പി. വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ബംഗാളിൽ നടത്തിയത്. എന്നാൽ മമതയുടെയും ഗുണ്ടകളുടെയും നേതൃത്വത്തിൽ പരാതി കൊടുക്കാൻ തങ്ങളെ നിർബന്ധിക്കുകയായിരുന്നു എന്ന പല സ്ത്രീകളെ കൊണ്ടും പറയിപ്പിക്കുന്ന സാഹചര്യം പോലും ബംഗാളിൽ ബി.ജെ.പിക്കെതിരെ ഉണ്ടായി. സന്ദേശ് ഖാലിയിൽ നടന്നതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറഞ്ഞ മമത അത് പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് ഇവിടെ ശ്രമിച്ചത്. പക്ഷെ അത് തന്നെ സംഭവിച്ചു. പ്രാദേശിക നേതാവ് ഷാജഹാൻ ഷേഖിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നതാണ് സന്ദേശ് ഖാലിയെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. ഇതാണ് ബി.ജെ.പി. വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാക്കിയതും സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞതും. സന്ദേശ് ഖാലി കത്തിക്കാൻ ഒരുങ്ങിയ ബി.ജെ.പിക്കെതിരെ ഗവർണർ ആനന്ദ ബോസിനെതിരെ വ്യാജ ലൈംഗിക അതിക്രമം കൊണ്ടുവരികയായിരുന്നു മമത. ഇത് പറഞ്ഞാണ് മമത ബംഗാളിൽ വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. എന്നാൽ ഫലം വന്നപ്പോൾ ബംഗാൾ ജനത തൃണമൂലിനെ ഒരിക്കൽ കൂടി വിശ്വസിക്കുന്ന സാഹചര്യം വന്നു. പക്ഷെ അവിടെയും അട്ടിമറി വിജയങ്ങളാണ് നടന്നത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 മണ്ഡലങ്ങളും 2011 വരെ CPM-ന്റെ ഉറച്ച കോട്ടകളായിരുന്നു. തൃണമൂലിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന സാധൻ പാണ്ഡെ മരിച്ചതിനെ തുടർന്നാണ് മണിക്ടാലയിൽ ഉപതെരഞ്ഞെടുപ്പ് കളമൊരുങ്ങിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവിടെ ടി.എം.സി രംഗത്തിറക്കിയത്. ഏതായാലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ബി.ജെ.പിയും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി ടി.എം.സി ബി.ജെ.പി ഏറ്റുമുട്ടലോ സംഘർഷങ്ങളോ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ അരങ്ങേറുന്ന കാഴ്ചയാണ് കാണുന്നത്.